1996 കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. LDF അധികാരത്തിലേക്ക് വരുമെന്ന് ഏതാണ്ട് ഉറപ്പായ സമയം. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരാളിലേക്കായിരുന്നു, VS അച്യുതാനന്ദൻ. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ വിശ്വസിച്ചു. പക്ഷേ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. CPMൻ്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാരാരിക്കുളത്ത് VSന് ചുവടുതെറ്റി. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ആ തോൽവിയുടെ കഥ പറയാം. ഏറെക്കാലം പാർലമെൻ്ററി രംഗത്തു നിന്ന് മാറി നിന്ന VS 1991 വീണ്ടും മത്സരത്തിനിറങ്ങിയപ്പോൾ മാരാരിക്കുളം നൽകിയത് ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. പക്ഷെ അന്ന് UDF അധികാരം പിടിച്ചതോടെ VSന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. അതിനു പിന്നാലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച VS 4 വോട്ടിനാണ് EK നായനാരോട് തോറ്റത്. ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച അതേ മാരാരിക്കുളത്താണ് 96 VS വീണ്ടും ജനവിധി തേടിയത്. അന്ന് മത്സരരംഗത്തുണ്ടായിരുന്ന ഏക പോളിറ്റ് ബ്യൂറോ അംഗം VS മാത്രമായിരുന്നു. എതിരാളി തോൽക്കാനായി മാത്രം മത്സരിക്കുന്നയാൾ എന്ന് പേര് പതിഞ്ഞ കോൺഗ്രസ്സുകാരൻ PJ ഫ്രാൻസിസ്. ജയം ഉറപ്പിച്ച VS പക്ഷം 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. വെറും 1965 വോട്ടുകൾക്ക് VS തോറ്റു. VS തോറ്റു മടങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന EK നായനാർ മുഖ്യമന്ത്രിയായി. VSൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിപ്പാടായി ആ തോൽവി മാറി. VSൻ്റെ തോൽവിക്ക് പാർട്ടി ഔദ്യോഗിക വിശദീകരണം നൽകിയത് തരംഗ സിദ്ധാന്തത്തിലൂടെയായിരുന്നു. അയൽ മണ്ഡലമായ ചേർത്തലയിൽ AK ആൻ്റണി മത്സരിച്ചതോടെ ഉണ്ടായ UDF തരംഗം VSനെ ബാധിച്ചു എന്നതായിരുന്നു അത്. ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണവും JSS രൂപീകരണവും ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടപ്പെട്ടു. എന്നാൽ സത്യാവസ്ഥ അതായിരുന്നു. VS മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ പാർട്ടിയിലെ എതിർവിഭാഗം മാരാരിക്കുളത്ത് കാലുവാരി എന്ന് VS പക്ഷം ആരോപിച്ചു. ഒടുക്കം സാക്ഷാൽ EK നായനാർ തന്നെ ആലപ്പുഴയിൽ വെച്ച് അത് തുറന്നു പറഞ്ഞു. പാർട്ടിക്കാർ തന്നെയാണ് വോട്ട് മറിച്ചത്. VS 4,000 വോട്ടിന് തോൽക്കുമെന്ന് താഴെത്തട്ടിലെ ബൂത്ത് കമ്മിറ്റികൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിട്ടും മുകളിലെ നേതാക്കൾ അത് VSനെ അറിയിച്ചിരുന്നില്ല. പകരം സജീവമായി പ്രവർത്തിക്കേണ്ട പലരെയും ബോധപൂർവം മറ്റു മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞുവിട്ടു. തോൽവിക്ക് പിന്നിലെ ഗൂഢാലോചന ബോധ്യപ്പെട്ട പാർട്ടി നേതൃത്വം പിന്നീട് കടുത്ത നടപടികളാണ് എടുത്തത്. ജില്ലയിലെ പാർട്ടി സെക്രട്ടേറിയറ്റിനെ ഒന്നടങ്കം സംസ്ഥാന കമ്മിറ്റി താക്കീത് ചെയ്തു. മാരാരിക്കുളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ചില പ്രമുഖ നേതാക്കളെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. പക്ഷേ നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പദം VSന് തിരികെ കിട്ടിയില്ല. പിന്നീട് 2001 മലമ്പുഴയിലെത്തി മത്സരിച്ച് ജയിക്കുമ്പോഴും ഭാഗ്യം അദ്ദേഹത്തോടൊപ്പം നിന്നില്ല. UDF അധികാരത്തിലെത്തിയതോടെ VS വീണ്ടും പ്രതിപക്ഷത്തിരുന്നു. 10 വർഷം കൂടി 2006 വരെ VSന് കാത്തിരിക്കേണ്ടി വന്നു മുഖ്യമന്ത്രി പദവിയിലെത്താൻ. മാരാരിക്കുളം തോൽവി ഇന്നും കേരള രാഷ്ട്രീയത്തിലെ ഏറെ കൗതുകകരമായ ഒരു അധ്യായമായി അവശേഷിക്കുകയാണ്.